ശ്രീനാഥ്, എന്തായാലും കർണാടക പോലീസ് സ്ഥിരീകരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന അവിടെ നടന്നു. ആ പരിശോധക സംഘം വന്നത് കേരളത്തിൽ നിന്നാണ്. ആ പരിശോധക സംഘത്തിനെതിരെ ഡോക്ടർ റോയി CJ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയി ഒരു ഘട്ടത്തിൽ സ്റ്റേ വാങ്ങുകയും ആ സ്റ്റേയിൽ പറഞ്ഞിരുന്നത് ഈ കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരാൻ അവകാശമില്ലെന്നും അവരുടെ സീഷറും അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇല്ലീഗലായി പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള ഒരു ഹർജിയുടെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതി വെബ്സൈറ്റിൽ തന്നെ ഞാൻ വായിക്കുകയായിരുന്നു. ശ്രീനാഥ്, എന്തായാലും പോലീസ് കുറച്ച് കാര്യങ്ങൾക്ക് സ്ഥിരീകരണം വരുന്നുണ്ട്, കുറെ അധികം കാര്യങ്ങൾ ഇനി അറിയാനുമുണ്ട്. ശ്രീനാഥ്, തീർച്ചയായും ഹാഷ്മി, പൊടുന്നനെയുള്ള ഒരു റെയ്ഡ് ആയിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ നിലവിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം നടന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ റിച്ച്മൗണ്ട് റോഡിലെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ ഈ അന്വേഷണ സംഘം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. അവിടെ വിശദമായ വിവരശേഖരണം അവർ നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഉച്ചയ്ക്ക് ശേഷം CJ റോയ് അങ്ങോട്ട് എത്തുന്നു. അദ്ദേഹത്തെയും ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫയലുകൾ ഞാനിപ്പോൾ കർണാടകയിലെ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലവർ പറയുന്നത് കൂടുതൽ രേഖകൾ എടുക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ഓഫീസിൽ പോയി, അതായത് തന്റെ മുറിയിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഈ വെടിയുതിർത്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആ തരത്തിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും DCP ആണ് ഇപ്പോൾ, ബംഗളൂരു DCP ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. വെടിയേറ്റ ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ആദ്യം സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം ഏതാണ്ട് മരിച്ചിരുന്നു എന്നുള്ള വിവരമാണ്. പിന്നീടാണ് നാരായണ ഹോസ്പിറ്റലിലേക്ക്, ഇപ്പോൾ മൃതദേഹമുള്ള ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത് എന്നുള്ള വിവരവുമുണ്ട്. ഏതായാലും നേരത്തെ തന്നെ നിലവിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട്, അത് ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമപരമായ തർക്കം നിലനിൽക്കുന്ന ഒരു കേസിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നത് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ്, ഈ രാവിലെ ഉദ്യോഗസ്ഥരെത്തി ഉച്ചയ്ക്ക് ശേഷമാണ് CJ റോയ് ഓഫീസിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയും ചോദ്യം ചെയ്തു, 1 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.